നമസ്കാരം. മലപ്പുറത്ത് ഒരു സ്കൂളില് +1 വിദ്യാർത്ഥികളെ +2 വിദ്യാർത്ഥികൾ മർദ്ദിച്ച വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സ്കൂൾ എന്ന് പറയാൻ കാരണം പേടിച്ചിട്ട. ഏത് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടികൊണ്ട കുട്ടികൾ ഇരയാണ്, അതുപോലെ അടിച്ച കുട്ടികൾ മൈനേഴ്സാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് കേസ് വരാൻ സാധ്യതയുണ്ട്. ഇന്ന സ്കൂളിലെ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി പണിപാടും. ന്യൂസ് ചാനലുകൾക്ക് അത് പറയാം. അവർക്ക് കോടികളുടെ റവന്യൂ ഉണ്ട്, ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് വാർത്താ വായനക്കാരെ നിർത്താനും പറ്റും. പക്ഷെ അതുപോലെയല്ലോ എന്നെ പോലെയുള്ള ആൾക്കാർ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്കൂളിന്റെ പേര് പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ഇപ്പോഴത്തെ നിയമ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് പോക്സോ കേസുകൾ, ശിശു സംരക്ഷണ നിയമങ്ങൾ, ജുവനൈൽ ജസ്റ്റിസിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, അതുപോലെ സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ, ഇതൊക്കെ നമ്മുടെ സമൂഹത്തെ വല്ലാതെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനിയും അത് കണ്ടില്ല എന്ന് നടിക്കണമെന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ പോക്ക് വളരെ വളരെ മോശമായിട്ടായിരിക്കും. ഇന്ന് രാവിലെ എന്റെ ഒരു ദിവസം തുടങ്ങിയത് എന്റെ ഒരു സുഹൃത്തിന്റെ കോൾ കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ മകന്റെ വിഷയം സംസാരിക്കാൻ. 18 വയസ്സിന് താഴെയുള്ള മകനായതുകൊണ്ട് തന്നെ, കുട്ടി 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു ഒഴിവായി. വേറെ നിവൃത്തിയില്ല. സാബു അങ്ങനെ അല്ലായിരുന്നല്ലോ, സാബു നോക്കുമായിരുന്നല്ലോ. ഞാൻ പറഞ്ഞ എന്റെ പൊന്നാര സുഹൃത്തെ, എനിക്ക് വിശ്വാസമില്ല. ആ കുട്ടിയോട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, ചിലപ്പോൾ കൗൺസിലിങ്ങിന് ഇരുന്ന കഥകൾ ചോദിക്കും, അതിന്റെ ഇപ്പോഴത്തെ വിഷമങ്ങൾ ചോദിക്കുന്ന സമയത്ത് ആശാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആണായാലും പെണ്ണായാലും എന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതോടുകൂടി എന്റെ കഥ തീർന്നു, എന്റെ കുട്ടികളുടെ കാര്യവും എന്റെ പെണ്ണുങ്ങളുടെ കാര്യവും ഒക്കെ തീരുമാനമാക്കും. അതുകൊണ്ട് ഞാനില്ലയോ എന്ന് പറഞ്ഞു പരിസരത്തുള്ള മറ്റേതെങ്കിലും സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ ഇനി ക്ലിനിക്കൽ സൈക്കോളജിയോ ആരെങ്കിലും ഒക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞു. അത് വിട്ടു, നിവൃത്തിയില്ല. അധ്യാപന മേഖല ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ചില അധ്യാപകരെയൊക്കെ കാണാനിടയായി. പഴയകാല അധ്യാപകർ പലരും പറയുന്നത്, സാറേ ഞാൻ റിട്ടയർഡ് ചെയ്തു, അതുപോലെ എന്റെ വൈഫ് ടീച്ചറായിരുന്നു, ഞാൻ നിന്നപ്പോ ഒരു വളരെ റിട്ടയർമെന്റ് അതും എടുത്ത് പുറത്തേക്ക് വന്നു. ഇപ്പോ പുതിയ സ്വകാര്യ സ്കൂളുകളിൽ, അതായത് അൺഎയ്ഡഡ് സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും ഇപ്പൊ അധ്യാപകരെ ഒഴിവുകളുണ്ട്, നികത്തുന്നില്ല. പിന്നെ സർക്കാർ സ്കൂളുകളിൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നത് കൊണ്ട് കുറെ നിയമനങ്ങളൊക്കെ ഉണ്ട്, അവിടെ അധ്യാപകരുണ്ട്. എന്നാൽ തന്നെ ഇപ്പോ താൽക്കാലിക വേക്കൻസികൾ കണ്ടമാനമുണ്ട്. ആ വേക്കൻസികൾക്ക് ആളെ ഫില്ല് ചെയ്യാൻ കിട്ടുന്നില്ല. പേടിയാണ് എല്ലാവർക്കും, അതായത് അധ്യാപന വൃത്തിക്ക് പേടിയാണ്. കുട്ടികൾ അഴിഞ്ഞാടുകയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ ആ കുട്ടികൾ ഇവർക്കെതിരെ പീഡന കേസ് ഫയൽ ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഫയൽ ചെയ്യുക. ഒരു രക്ഷയില്ല. നമ്മുടെ നാട് ആകെ പോകുന്നു. വടിയെടുക്കാൻ നിവൃത്തിയില്ല, വടിയെടുക്കാതെയും നിവൃത്തിയില്ല എന്നതാണ് ഇവിടുത്തെ അവസ്ഥ. ശരിയാണ്, വളരെ ശരിയാണ്. അതുകൊണ്ടാണ് മലപ്പുറത്തെ അവസ്ഥ നോക്കൂ. ഇന്ന് വരുന്ന വാർത്തകൾ +2 കുട്ടികൾ +1 കുട്ടികളെ അടിച്ചു ഊറക്കിടുകയാണ്. പറയുന്നത് റീൽസിന് വേണ്ടിയിട്ടാണ്. അത് റീൽസിന് വേണ്ടിയിട്ട് കുട്ടികളെ പിടിച്ച് തല്ലുക. അതിലൊരു കുട്ടീന്റെ മൂക്കിന് വലിയ പരിക്കുണ്ട്, ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കി. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഇവർക്കൊക്കെ നാളത്തെ പൗരന്മാരാ, നാളെ നമ്മളെ നയിക്കേണ്ടവരാ, അല്ലെങ്കിൽ ഈ നാടിനെ സംരക്ഷിക്കേണ്ടവരാണ്, ഏത് മേഖലയിലായാലും. അവരിങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? അവരിങ്ങനെ തുടങ്ങാൻ ആരാണ് കാരണം? എന്താണ് കാരണം? ഇവിടെ നിയമങ്ങൾ വേണ്ട എന്ന് പറയുന്നില്ല. ആ നിയമങ്ങളെ ദുരുപയോഗം ചെയ്യുമ്പോൾ, അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നവരെ ഉചിതമായി ശിക്ഷ കൊടുത്ത് മെരുക്കാത്തതിന്റെ കുഴപ്പമല്ലേ? അത് പോക്സോ കേസുകളായാലും, സ്ത്രീപീഡന കേസുകളായാലും, ജുവനൈൽ ജസ്റ്റിസ് കേസുകളായാലും, ഏത് കേസുകളായാലും, എത്തരത്തിലുള്ള കേസുകളായാലും, കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായി ശിക്ഷ കൊടുക്കുകയും, ഏത് കുറ്റം ചെയ്തു കഴിഞ്ഞാൽ മൈനർ ആണ് എന്ന് ഒരു പരിഗണന കൊടുക്കാതെ തന്നെ ആ ശിക്ഷ അതിൻ്റെതായ രീതിയിൽ കൊടുക്കുകയും, അതോടൊപ്പം കള്ളക്കേസാണ് കൊടുക്കുന്നതെങ്കിൽ, ആരെയാണ് കുരുക്കാൻ നോക്കുന്നെങ്കിലും, ആരാണോ അതിന്റെ പിന്നിൽ, അവർക്ക് തിരികെ ശിക്ഷ കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായി വരികയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ട് നമ്മുടെ പോക്ക്. ഇന്ന് കുട്ടികൾ തമ്മിൽ അടികൂടുന്ന ആ വാർത്ത ഞാൻ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാല് നമ്മൾ നെഞ്ചു പിടയ്ക്കണം. നമുക്കുണ്ടേ കുറച്ച് കുട്ടികൾ. ഈ കുട്ടികളെയും നമ്മുടെ ഈ സമൂഹത്തിലെ മറ്റു കുട്ടികളോടൊപ്പം വളർത്തിക്കൊണ്ട് വരേണ്ടതാണ്, അല്ലെങ്കിൽ അവരോടൊപ്പം സഹകരിപ്പിച്ച് കൊണ്ടുവരേണ്ടതാണെന്ന് ചിന്തിക്കുമ്പോൾ നെഞ്ചിൽ ഒരു അങ്കലാപ്പാണ്, വല്ലാത്തൊരവസ്ഥയാണ്. നിയമങ്ങൾ ഉണ്ടാക്കാം, പക്ഷെ ആ നിയമങ്ങൾ ആരെയാണോ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നത് അവരെ സംരക്ഷിക്കാനാകണം. അല്ലാതെ അവരെ സംരക്ഷിക്കാൻ എന്ന പേരിൽ മറ്റുള്ളവരെ ദ്രോഹിക്കാനായിട്ട് തുനിഞ്ഞു കഴിഞ്ഞാൽ വഴിപഴയ്ക്കുന്ന ഒരു വലിയ തലമുറയായിരിക്കും ഉണ്ടായി വരിക. Different angles. Don't forget to subscribe and support this channel.